ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നാത്തൂൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു ടിപ്സുമായിട്ടാണ്. നമ്മുടെ അടുക്കളയിലൊക്കെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോവാം. ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു വലിയ സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. തന്നെ ഒരു വലിയ സ്പൂണ് ഉഴുന്നും പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ സ്പൂണ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല കട്ടിയായ നല്ല തണുത്ത കഞ്ഞിവെള്ളമാണ് ഒഴിക്കാൻ പോണത്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നാളെയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളത്തിലാണ് നമ്മളിത് കുതിർത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നാളെ അരയ്ക്കണ നേരത്ത് മാത്രം നമുക്ക് നോക്കിയിട്ട് അരയ്ക്കാം. ഇപ്പോൾ നാളെ കുതിർന്ന് വരുമ്പോൾ ഇത് നല്ല ടൈറ്റ് ആവാൻ വഴിയുണ്ട്. അപ്പോൾ നമുക്ക് നാളെ അത് നോക്കിയിട്ട് നാളെ കാലത്ത് നമുക്കിത് അരയ്ക്കാം. ഇപ്പം ഇന്ന് രാത്രിയാണ് നമ്മൾ ഇത് കുതിർത്തി വെക്കണം. അപ്പോൾ ഒരു നൈറ്റ് നമ്മളിത് കുതിർക്കണം. ഒരു നൈറ്റ് കുതിർത്തിയിട്ട് വേണം, നന്നായി കുതിർന്നതിന് ശേഷം വേണം നമുക്കിത് നാളെ അരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് നാളെ നേരം കാലത്ത് ഇത് അരച്ചെടുക്കാം. നന്നായി കുതിരട്ടെ. ഇത് നമുക്ക് നന്നായി ഒന്ന് മൂടി എടുത്ത് വയ്ക്കും. ഇന്നലെ കുതിർത്ത നമ്മുടെ ഈ ചെറുപയറും ഉഴുന്നും പരിപ്പും പിന്നെ ഉലുവയൊക്കെ നന്നായി കുതിർന്നുണ്ട്. അത് നമുക്ക് നമ്മളൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഇത് അടിക്കുമ്പോൾ നമുക്ക് ഇതിന് ഈ ഉഴുന്നും പരിപ്പിൻ്റെ ചെറുപയറും ജാതി പച്ച കുത്തുണ്ടാവും. ഈ പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ടും പിന്നെ എല്ലാത്തിനും നല്ലതാണ്. നമുക്കിത് നമ്മുടെ ഈ കൂട്ട് നമുക്ക് നമ്മുടെ മിക്സിയിലെ ജാറിലേക്ക് ഇടാം. നമ്മൾ ഇന്നലെ ഒഴിച്ച കഞ്ഞിവെള്ളമാണിത്. ഇതിലേക്ക് ഇനി വേണമെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം കൂട്ടാൻ പറ്റും. ഇപ്പോൾ അതേ നമ്മുടെ ഉഴുന്നും ചെറുപയറൊക്കെ നന്നായി അരിഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നല്ല പേസ്റ്റായിട്ട് ഇതുപോലത്തെ അരയ്ക്കണം. നന്നായി പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് അതേ നല്ല കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തലയിൽ ഇത്തിരി ഇരുണ്ട് പോയിട്ട് വൈകി പോയി സാരില്ല, അതുകൊണ്ട് ഇത്തിരി വെളിച്ചക്കുറവുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ ഇത് തലയിൽ പുരട്ടുമ്പോൾ നന്നായി നല്ല തലയുടെ ഒട്ടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കുറേശ്ശെ മുടി എടുത്തിട്ട് പുരട്ടാം. അപ്പോൾ നമ്മുടെ തലയിൽ നന്നായി ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല മാതിരി നല്ല തൊപ്പിട്ട പോലെ തലയുടെ ഓട്ടിയിലും തലയുടെ മുടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായി നല്ല തണുത്ത കിണർ വെള്ളത്തിൽ തല കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി പാക്കാണ്. നിങ്ങൾ ഈ പാക്ക് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്, 3 അല്ല 4 കഞ്ഞിവെള്ളം അടക്കം 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇത് ഉണ്ടാക്കി ഇത് തലമുടിക്കൊക്കെ നല്ല സ്ട്രോങ് ആവും. നമ്മുടെ മുടിയൊക്കെ നന്നായി തഴച്ച് വളരും ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നവർ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും